പശ്ചിമ ബംഗാൾ ഈ കമ്മ്യൂണിസ്റ്റ് തെമ്മാടികൾ 33 കൊല്ലം ഭരിച്ചത് ആ നാട്ടിൽ ഇവന്മാർ തേനും പാലും ഒഴുകിയിട്ടാണോ? അല്ല. വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും CPM നേതാക്കൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നവരെ തല്ലിച്ചതച്ചും കൊന്നു കുഴിച്ചുമൂടിയുമൊക്കെയാണ് ഈ ഭീകരന്മാർ 33 കൊല്ലം ബംഗാൾ ഭരിച്ചത്. 300-ലധികം പേരെ കൊന്നു തള്ളിയിട്ടുണ്ടെന്നായിരുന്നു ഔദ്യോഗിക കണക്ക്. ഇവന്റെയൊക്കെ മൂത്ത കമ്മിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെ നിയമസഭയിൽ സമ്മതിച്ചു ഒരിക്കൽ 135-ലധികം രാഷ്ട്രീയ എതിരാളികളെ കാലപുരിക്ക് അയച്ചിട്ടുണ്ടെന്ന്. ഒടുവിൽ ഇവന്മാരെ പേപ്പട്ടികളെ പോലെ തല്ലി ഓടിക്കുകയായിരുന്നു സഹികെട്ട ബംഗാളിലെ ജനങ്ങൾ. അവിടെ മമതാ ബാനർജി എന്നൊരു പെൺസിംഹം ഉള്ളത് കൊണ്ട് ആ നാട് ഇത്രയെങ്കിലും ബാക്കി നിൽക്കുന്നു. ഇനി ഷാജൻ കറിയിലേക്ക് വരാം. എടാ പീരുക്കളെ, എല്ലിൻ കഷണം എറിഞ്ഞു തരുന്നത് പോലെ പാർട്ടി തരുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ലേ നീയൊക്കെ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്? നിനക്കൊക്കെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാമോ? ലോകത്ത് കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഗതി പിടിച്ചിട്ടുള്ളതായി നിനക്കൊക്കെ അറിയാമോ? നീയൊക്കെ വിളിക്കുന്ന ഇംഗുലാ ചിന്താവ, പിണറായി വിജയൻ ചിന്താവ എന്നതിന്റെ അന്തസത്ത എന്താണെന്ന് നിനക്കറിയാമോ? എടാ, ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നീയൊക്കെ ഈ നശിച്ച പ്രസ്ഥാനത്തിൽ നിൽക്കില്ലായിരുന്നു. പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾക്ക് വേണ്ടി ഓശാന പാടില്ലായിരുന്നു. കുറെ നാൾ നീയൊക്കെ ബാപ്പ ഉപ്പാപ്പ എന്നൊക്കെ വിളിച്ചു നടന്നിരുന്ന PV അൻവറിനെ ഓർമ്മയുണ്ടോ? ആ PV അൻവർ വെല്ലുവിളിച്ചിരുന്നു, എത്ര ഉയരത്തിൽ പറന്നാലും ഷാജ നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന്. എന്നിട്ട് താഴെ ഇറങ്ങിയത് ആരാണെന്ന് നീയൊക്കെ കണ്ടല്ലോ. അതാണ് സത്യത്തിന്റെ വിജയം.